ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ കല്യാണത്തിന് പോകണം കേട്ടോ. മുള്ളം ബസാർ SB കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിന് പോകണം, മിറാഷിനാണ് പോണത്. അങ്ങനെ അത് അവിടെ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് കിട്ടി. ഞാൻ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുടിക്കുള്ളൂ. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് കിട്ടി. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അക്വേറിയം ഉണ്ട്. അപ്പോൾ അതിലത്തെ മീനുകളൊക്കെ നോക്കി കണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഹാളിൽ ആരും വന്നിട്ടില്ലടാ. അത് കാരണമാണ് ഞങ്ങൾ കുറേ നേരം അവിടെ തട്ടിമുട്ടിയൊക്കെ നിന്ന്. ഇത് അടിപൊളി ഹാളുണ്ട്. ഇവിടെ വരുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഭംഗി അലങ്കരിച്ചൊക്കെ ഇട്ടിട്ടേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഹാളിൻ്റെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടില്ല. അങ്ങനെ അവിടെ ചെന്നിരുന്ന പാലില്ലാത്ത കാരണം ഞങ്ങൾ ഇത് കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിരുന്നു. ബോറടിച്ചിട്ടേ ആദ്യമായിട്ടൊന്നും ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്ന് ഇരിക്കുന്നത്. കാരണം ഗുരുവായൂരായിരുന്നു കെട്ട്. അപ്പോൾ കെട്ട് കഴിഞ്ഞിട്ട് പെണ്ണും ചെക്കന് വേണ്ടേ. അപ്പോൾ അത്ര നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങളവിടെ അത് കഴിഞ്ഞിട്ട് ആ പെണ്ണും ചെക്കനൊക്കെ വന്നിട്ട് അടിപൊളി എൻട്രി ഒക്കെ ആയിരുന്നിട്ടാ. പെണ്ണും ചെക്കനൊക്കെ സ്റ്റേജിൽ കയറി ഇതാ മാലയിടൽ ചടങ്ങാണ് കേട്ടോ. ബാക്കിയൊക്കെ എല്ലാ ചടങ്ങും ഗുരുവായൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ അത് കഴിഞ്ഞ് ഡാൻസ് ഒക്കെ ഉണ്ടായിട്ടാ. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ഞങ്ങൾ എന്ത് ചെയ്ത് ഫുഡ് അടിക്കാൻ വന്നിട്ടാ. ഞങ്ങൾ രാവിലെ തന്നെ വന്നിരിക്കണല്ലേ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നിട്ടാ. കുറച്ച് പേരൊക്കെ ഇരിക്കണ്ടായി. അപ്പോൾ അതിൻ്റെ വീട്ടിൽ ഞങ്ങളും ചെന്നിരുന്ന് അങ്ങനെ ആ ഫുഡൊക്കെ വിളമ്പി തുടങ്ങിയിട്ടാ. ഇപ്പോൾ ആ പെണ്ണുങ്ങളല്ലേ എല്ലായിടത്തും കാറ്ററിങ് നല്ല രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചൊക്കെ വന്നപ്പോഴേക്കും എല്ലാ വിഭവങ്ങളും വിളമ്പി വെച്ചിട്ടാ. അപ്പോൾ പരിപ്പ് പായസവും പാലട പായസമായിരുന്നു. അതിനകത്ത് പരിപ്പ് ഞാൻ കുടിക്കില്ല. അങ്ങനെ ഞാൻ പാലട പായസമൊക്കെ കുടിച്ച് വയർ നിറച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അപ്പോഴാണ് പറയുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ട്രാവലർ ഇട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ട്രാവലിന് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ അവിടെ ഇരിക്കാനൊന്നും സമയമൊന്നുമില്ല. കാരണം ഇപ്പോൾ എത്തും വീട് തൊട്ടടുത്തല്ലേ. അങ്ങനെ അതാ അമ്മ ജോലി സ്ഥലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ ബൈ.